Hey, my dear beautiful souls, welcome back to my channel Divine Speaks. ഇനി നമുക്ക് ആയില്യം നക്ഷത്രത്തിന്റെ ഒക്ടോബർ മന്ത് റീഡിംഗ് എന്താണെന്ന് നോക്കാം. എന്തൊക്കെ മേജർ ചേഞ്ചസ് ആണ് ലൈഫിൽ അവർക്ക് ഉണ്ടാകുക, എന്തൊക്കെ എനർജി ട്രാൻസ്ഫോർമേഷൻസ് ആണ് ലൈഫിൽ ഉണ്ടാകുക എന്ന് നമുക്ക് നോക്കാം. ഓക്കെ, കരിയറിലും ലൈഫിലും അതുപോലെ ബിസിനസ്സിലുമൊക്കെ എന്തൊക്കെ മേജർ ചേഞ്ചസ് ആണ് ഉണ്ടാകുക, എന്തൊക്കെ പുതിയ ഇൻസിഡൻസ്, എന്തെങ്കിലും അവരുടെ എനർജി ലെവൽസ് എന്താണ് നമുക്ക് നോക്കാം. ഓക്കെ, അവരുടെ കറന്റ് സിറ്റുവേഷനിൽ എങ്ങനെയാണ്, എന്തൊക്കെയാണ് കരിയറിലും ലൈഫിലും അവരുടെ ഫിനാൻഷ്യൽ സ്റ്റാറ്റസും ഒക്കെ വരിക. എഡ്യൂക്കേഷൻ, ഓക്കെ, ഒക്ടോബർ മാസത്തെ റീഡിംഗ് ആയില്യം നക്ഷത്രക്കാർക്ക് എങ്ങനെയാണെന്നാണ് നമ്മൾ നോക്കുന്നത്. ഓക്കെ, ഓക്കെ, നിങ്ങൾ ഒരു പൂർണ്ണതയിലെത്തി, അല്ലെങ്കിൽ നിങ്ങൾ എന്തോ ചെയ്തിരുന്ന കാര്യം കംപ്ലീറ്റ് ആയി എന്നാണ് കാണുന്നത്. ഓക്കെ, വളരെ സക്സസ് ആയി അത് കംപ്ലീറ്റ് ചെയ്തു. എന്തോ ഒരു കാര്യത്തിൽ നിങ്ങൾ ഏർപ്പെട്ടിരുന്നു, അത് ഈ മാസം കംപ്ലീറ്റ് ആകും, അല്ലെങ്കിൽ ഈ കഴിഞ്ഞ മന്ത് എൻ്റെ അത് കംപ്ലീറ്റ് ആയി എന്നുള്ളതാണ്. ഓക്കെ, നിങ്ങളുടെ സിബ്ലിങ്സോ അല്ലെങ്കിൽ പാരൻസോ ഒക്കെ നിങ്ങളെ കാണാൻ വരികയോ, നിങ്ങൾ സെപ്പറേറ്റ് ആണ് താമസിക്കുന്നതെങ്കിൽ അങ്ങനെ കാണാൻ വരികയോ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു ആവശ്യം വരുമ്പോൾ അവരുടെയൊക്കെ പ്രസൻസ് നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാവുകയോ ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അതൊരു വലിയൊരു ഫീൽ ആയിരിക്കും. ഓക്കെ, അതുപോലെ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഒരു പുതിയ ബന്ധം ഉണ്ടാകാനുള്ള ചാൻസസ്, അല്ലെങ്കിൽ പുതിയ ഒരു സ്നേഹബന്ധത്തിന്റെ തുടക്കമൊക്കെ ഉണ്ടാകുന്നുണ്ട്. വളരെ ബുദ്ധിപരമായ കാര്യങ്ങൾ തീരുമാനിച്ച് മുന്നോട്ട് കുതിക്കുന്ന ഒരു സമയമാണ്. ഓക്കെ, അതായത് നിങ്ങളുടെ ലൈഫിൽ ഞാൻ പറഞ്ഞല്ലോ, നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ എന്തൊരു റിസ്ക് ഉള്ള കാര്യമാണോ ഏറ്റെടുത്തിരുന്നത് അത് ഓൾമോസ്റ്റ് കംപ്ലീറ്റഡ് ആണ് ഇപ്പോൾ. അപ്പോൾ സക്സസ്സിൽ നിൽക്കുന്ന ഒരു വ്യക്തിയാണ് നിങ്ങൾ. ഓക്കെ, അല്ലെങ്കിൽ ഈ മാസം നിങ്ങൾ സക്സസ്സിൽ എത്തും. ഇതിനിടയിലും നിങ്ങളുടെ ഫാമിലിയുമായിട്ട് നിങ്ങൾ നല്ല ഒരു ബോണ്ട് കീപ്പ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എന്തൊരു പ്രശ്നം വന്നാലോ, പ്രശ്നം വന്നില്ലെങ്കിലോ, നിങ്ങളുടെ പാരൻസും സിബ്ലിങ്സും അല്ലെങ്കിൽ ഒക്കെ മറ്റ് റിലേറ്റീവ്സ് എല്ലാവരും നിങ്ങളെ കോണ്ടാക്ട് ചെയ്യാനോ വന്ന് കാണാനോ ഒക്കെ ഉള്ള സാധ്യതയുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വളരെ നൊസ്റ്റാൾജിയ ഫീൽ ചെയ്യുന്ന ഒരു എന്താ പറയുക, ഒരു ടൈമാണ്. ഓക്കെ, അതുപോലെ ഇങ്ങനെ ബുദ്ധിപരമായ കാര്യങ്ങൾ പിന്തുടരുമ്പോഴും ചില സമയങ്ങളിൽ നിങ്ങൾ എന്തൊക്കെയോ സഹിക്കുന്നതായിട്ടാണ് കാണുന്നത്. അത് ബിസിനസ്സുമായിട്ട് അല്ലെങ്കിൽ ജോലിയുമായിട്ട് ബന്ധപ്പെട്ടൊക്കെ എന്തൊക്കെയോ കുറച്ചൊന്ന് എന്താ പറയാ സഹിച്ച് മുന്നോട്ട് പോകുന്നതായിട്ടാണ് കാണുന്നത്. നിങ്ങളത് നിങ്ങളുടെ ഫീലിങ്സ് അത് പുറത്തു പറയുന്നില്ല. ഓക്കെ, അത് അങ്ങനെ പൊയ്ക്കോട്ടെ എന്നുള്ള രീതിയിൽ നിങ്ങൾ നിൽക്കുകയാണ്. അതുപോലെ തന്നെ നല്ല ബിസിനസ് എന്താണോ നിങ്ങൾ ചെയ്ത്, ഞാൻ പറഞ്ഞല്ലോ, അത് ഫസ്റ്റ് തന്നെ പൂർണ്ണതയിലെത്തും, കംപ്ലീഷൻ ആകും, വളരെ സക്സസ്സിൽ എത്തും എന്ന് പറഞ്ഞതുപോലെ തന്നെ വളരെ വരുമാനവും നിങ്ങൾക്ക് കൂടുന്നുണ്ട്. ഫാമിലി ലൈഫൊക്കെ വളരെ സേഫ് ആണ്, വളരെ ഹാപ്പിയാണ്. അതുപോലെ സ്നേഹത്തിന് പിശുക്കൊന്നും കാണിക്കേണ്ട കാര്യമില്ല. നിങ്ങളെ സ്നേഹിക്കുന്നവരെ നിങ്ങൾ മനസ്സറിഞ്ഞ് സ്നേഹിക്കുക എന്നാണ്. സ്നേഹിക്കും. ഈ മാസം നിങ്ങൾക്ക് അങ്ങനെയാണ് കാണുന്നത്. പുതിയ റിലേഷൻഷിപ്പിൽ നിങ്ങൾ ആ ഒരു വികാരത്തിന്റെ, ആ സ്നേഹത്തിന്റെ ഒക്കെ ഒരു എന്താ പറയാ, ഒരു സന്തോഷത്തിലായിരിക്കും. ഓക്കെ, അതുപോലെ നിങ്ങളൊരു ലേഡി ആണെങ്കിൽ ഒരു വളരെ ബോൾഡ് ആയിട്ടുള്ള ഒരു സ്ത്രീയാണ്.
ബിസിനസ്സും ഫാമിലിയും ഒക്കെ ഒറ്റയ്ക്ക് മുന്നോട്ട് കൊണ്ടുപോകുന്ന, അല്ലെങ്കിൽ ഭർത്താവ് കൂടെ ഇല്ലാത്ത അങ്ങനെ ഒരു ലേഡിയാണ്. അതായത് എല്ലാവരും പറയും അവരെ കണ്ടോ ഭയങ്കര ബോൾഡാണ്, എന്തിനും ക്യാപ്പബിൾ ആയിട്ടുള്ള ഒരു ലേഡിയാണ് എന്ന് പറയും. വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു പേഴ്സൺ ആയിരിക്കും. ഓക്കെ, അപ്പോൾ സാമ്പത്തിക സ്ഥിതിയൊക്കെ വളരെ നല്ലതാണ്. ബുദ്ധിപരമായ ആശയങ്ങളിലൂടെ മുന്നോട്ട് പോകുമ്പോൾ ചില വെല്ലുവിളികൾ നിങ്ങൾക്ക് നേരിടേണ്ടതായിട്ട് വരാം. അതല്ലാതെ മറ്റു കുഴപ്പങ്ങളൊന്നുമില്ല. ഫാമിലി ഒക്കെ ഫിനാൻഷ്യൽ സ്റ്റാറ്റസ് ഒക്കെ സേഫ് ആണ്. നിങ്ങൾ കൈവച്ചതിലൊക്കെയും തന്നെ വലിയ വിജയങ്ങളാണ് വരാൻ പോകുന്നത്. നിങ്ങൾ ഒരു സ്ത്രീ ആണെന്നുണ്ടെങ്കിൽ, നിങ്ങൾ ഒറ്റയ്ക്ക് പൊരുതുന്ന ഒരു ലേഡി ആണെന്നുണ്ടെങ്കിൽ എല്ലാവരാലും പ്രശംസിക്കപ്പെടും എന്നാണ് കാണുന്നത്. നിങ്ങൾ ഒരുപാട് ആൾക്കാർ നിങ്ങളെ അഭിമാനത്തോടു കൂടി അവരുടെ അറിയാവുന്നതാണെന്നോ ബന്ധുവാണെന്നോ ഒക്കെ പറയും. നിങ്ങൾ അതിൽ ഒരുപാട് പ്രൗഡാവും. അല്ലെങ്കിൽ നിങ്ങൾ ഭയങ്കരമായിട്ട് എന്താ പറയാ, എനർജി ഒരുപാട് ഹൈ ആവുന്ന ഒരു ടൈം ആയിരിക്കും അത്. ഓക്കെ, പിന്നെ പൂർവിക സ്വത്തൊക്കെ നിങ്ങൾക്ക് കിട്ടാനുള്ള ഒരു കാലഘട്ടമാണിത്. പൂർവിക സ്വത്ത് കിട്ടാനുള്ള സമയമാണ്, കിട്ടും ഈ മാസം. ചിലപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നടക്കും. അതുപോലെ നിങ്ങൾ നിങ്ങളുടെ മക്കൾക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലുമൊക്കെ സേവ് ചെയ്യാനൊക്കെ തുടങ്ങും. എന്തെങ്കിലുമൊക്കെ ഇൻവെസ്റ്റ്മെന്റ് വരുന്ന തലമുറയ്ക്ക് വേണ്ടിയിട്ട് നിങ്ങൾ എന്തെങ്കിലും പൈസയായിട്ടല്ല, അല്ലാതെ എന്തെങ്കിലുമൊക്കെ സ്വരുക്കൂട്ടി വെക്കുന്ന ഒരു സമയമാണ്. നിങ്ങൾ അത് ചെയ്തിരിക്കും. ആ ഒരു കാര്യങ്ങളൊക്കെ തന്നെ ഈ മാസത്തിൽ നടന്നു വരുന്നതാണ്. അതുപോലെ ഇങ്ങനെയൊക്കെ ആണെങ്കിലും ചില കാര്യങ്ങളിൽ നിങ്ങൾ മിതത്വം പാലിക്കുകയും കുറച്ചൊന്ന് മൈൻഡ് കൺട്രോൾ ചെയ്യുകയൊക്കെ ചെയ്യേണ്ടതുണ്ട്. ബിസിനസ്സിലൊക്കെ ഒരു കൺട്രോൾ വെക്കണം എപ്പോഴും. അല്ലാതെ ബാക്കി എല്ലാ മേഖലയിലും നിങ്ങളുടെ ഈ ഒരു മാസം വളരെ വളരെ നല്ല ഒരു എന്താ പറയാ, വളരെ നല്ല ഫ്ലറിഷ്ഡ് ആണ്. ഓക്കെ, അപ്പോൾ എല്ലാം കൊണ്ടും വളരെ ഹാപ്പിയാണ് ലൈഫ്. ചില കാര്യങ്ങൾ മാത്രം ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. ഓക്കെ, എല്ലാത്തിലും സക്സസ് ആണ് കാണുന്നത്. അതുപോലെ യൂണിവേഴ്സിന്റെ ഫുൾ പ്രൊട്ടക്ഷൻ കാണുന്നുണ്ടല്ലോ. ഇവിടെയൊക്കെ യൂണിവേഴ്സ് കൂടെ ഉണ്ടെന്നാണ്. സമ്പത്തിന്റെ കാര്യത്തിലൊന്നും പേടിക്കേണ്ട. കിട്ടാനുള്ളത് ഒക്കെ കിട്ടും. നേരത്തെ തന്നെ നമുക്ക് കിട്ടേണ്ട എന്തെങ്കിലും ആരൊക്കെ കടം വാങ്ങിച്ചിട്ട് തരാൻ ഉണ്ടായിരുന്നവരൊക്കെ കൊണ്ടുവന്ന് തരാനുള്ള സമയം, തരാൻ ഈ മാസം ചിലപ്പോൾ വരും, നമ്മളെ വിളിക്കുമായിരിക്കും. അതൊക്കെ നമുക്ക് തിരിച്ചു കിട്ടുന്ന ഒരു സമയമാണ്. ബന്ധുക്കളുടെ വിസിറ്റ് ഒക്കെ വീട്ടിലുണ്ടാവും. അതുമൊക്കെ സന്തോഷം തരുന്നതാണ്. പുതിയ റിലേഷൻഷിപ്പ്, അത് നിങ്ങൾക്ക് വളരെ സന്തോഷം നൽകുന്ന ഒരു സമയമാണ്. അതിലൊക്കെ കൊണ്ട് ഒക്ടോബർ മന്ത് വളരെ സന്തോഷകരമായിരിക്കും. ഓക്കെ ഓക്കെ, ഇത് ഒരു ജനറിക് ആയിട്ട് എടുക്കുക. നിങ്ങളുമായിട്ട് കണക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ, നിങ്ങളുമായിട്ട് റെസണേറ്റ് ചെയ്യുന്ന കാര്യങ്ങൾ അട്രാക്ട് ചെയ്യുക, അല്ലാത്തവ സ്കിപ്പ് ചെയ്യുക. ഓക്കെ, നിങ്ങളുമായിട്ട് റെസണേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ കമന്റ് ചെയ്യാൻ മറക്കരുത്, ലൈക്ക് ചെയ്യണം. ഓക്കെ, ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് കൂടി ചെയ്യണം. Okay, hope you like this video. Stay tuned. Have a nice day.